ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബിഗ് ബോസ് സീസൺ 7 എപ്പിസോഡ് നമ്പർ 57 റിവ്യൂ പറയാനാണ് ഞാൻ വന്നിരിക്കുന്നത്. റിവ്യൂ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. സോ നമുക്ക് റിവ്യൂ സ്റ്റാർട്ട് ചെയ്യാം. ലാലേട്ടൻ വന്നു, ഹൗസ് മേറ്റ്സിനെ കണ്ടു. ഫസ്റ്റ് തന്നെ ചോദിച്ചത്, ഇന്ന് നിങ്ങൾ വന്നിട്ട് എത്ര ദിവസമായെന്ന് നിങ്ങൾക്ക് അറിയുമോ എന്നാണ് ചോദിച്ചത്. ആദില പറയൂ പറഞ്ഞു. ആദില എല്ലാവരും പറയുന്നുണ്ട് 56, 55 അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അതിൽ പറയുന്നത് ഇന്നൊക്കെ 56 ദിവസം ആയിന്നാ തോന്നണേന്നോ എന്ന് ചോദിക്കുന്നുണ്ട്. എന്താ കണക്കുകളൊക്കെ തെറ്റിപ്പോകുന്നുണ്ടോ ആദിലയുടെ കണക്ക് കൂട്ടലുകളൊക്കെ തെറ്റിപ്പോകുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇല്ല ലാലേട്ടാ, 56 ദിവസം തന്നെയാണെന്ന് തോന്നുന്നു. ഓരോ ദിവസം പോകുന്തോറും ഓരോരുത്തർക്ക് മാറ്റം ഉണ്ടാവുന്ന പ്രതീക്ഷിച്ചത്. പക്ഷെ മാറ്റം ഒരാളിലേക്ക് മാത്രം ദേഷ്യം കൊണ്ടുപോകുന്നത് ശരിയായ കാര്യമാണോന്ന് അതിലയോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ പറയുന്നുണ്ട്, ഇല്ല അത് അനീഷേട്ടനോട് ദേഷ്യപ്പെടുന്ന കാര്യമാണ് ലാലേട്ടൻ ചോദിക്കുന്നത്. അത് അനീഷേട്ടനെ വെറുതെ ഇറിറ്റേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടും ചുമ്മാ ചൂട് പിടിപ്പിക്കാൻ വേണ്ടിയിട്ടും ചെയ്യണമെന്ന് പറയുമ്പോൾ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്, അത് ഒരാളിലേക്ക് മാത്രം എന്തിനാണ് ചെയ്യണത്? സ്വയം കൺട്രോൾ ചെയ്യാൻ അറിയണം. അയാൾ എത്ര ഇറിറ്റേഷൻ ഇങ്ങോട്ട് ചെയ്താലും സ്വയം കൺട്രോൾ എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്, അത് ചെയ്യണം. അല്ലാതെ ഒരാളെ മാത്രം ഫോക്കസ് ചെയ്ത് ഒരു ഗെയിം അത് ശരിയല്ല എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. അപ്പോൾ അനീഷിനോടും ചോദിക്കുന്നുണ്ട്. അനീഷ് പറയുന്നുണ്ട്, ശരിയാണ് ലാലേട്ട, എന്നോട് മാത്രമാണ് ഇവരിങ്ങനെ ചെയ്യണത് എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് പിന്നെ അടുത്തതായിട്ട് ചോദിച്ചത് ലാലേട്ടൻ ആദില അനീഷിനെ അടിച്ച കാര്യമാണ്. എന്തിനാണ് അടിച്ചോ, പുറത്ത് തല്ലോ എന്നുള്ളത് ചോദിക്കുന്നുണ്ട്. അപ്പം ആദില പറയുന്നുണ്ട്, അത് പിന്നെ ലാലേട്ട എൻ്റെ ദേഹത്ത് ഇങ്ങനെ വന്ന് തട്ടിയപ്പോൾ ഒരു റിഫ്ലക്ഷൻ മോഡിൽ അത് അടിച്ചതാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ലാലേട്ടൻ പറയുന്നുണ്ട്, റിഫ്ലക്ഷൻ മോഡ് എന്ന് പറഞ്ഞാൽ തട്ടുമ്പോൾ തന്നെ ഇതാക്കുന്നതാണ് റിഫ്ലക്ഷൻ മോഡ്, അല്ലാതെ 2 ദിവസം കഴിഞ്ഞിട്ട് ചെയ്തിട്ട് അത് റിഫ്ലക്ഷൻ മോഡാണെന്ന് പറയാൻ പറ്റില്ല. അതിനെ റീക്രിയേഷൻ മോഡ് എന്നാണ് ഞങ്ങൾ പറയുക. അത് ശരിയായ കാര്യമല്ല എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. അപ്പം അനീഷിനോട് എന്താണ് ഇങ്ങനെ കാണിക്കുന്നത് എന്നൊക്കെ, അതിലെന്താ ഇങ്ങനെ കാണിക്കുന്നത് ചോദിക്കുമ്പോൾ എന്തിനും കൊണ്ടാണ് ഇങ്ങനത്തെ മാറ്റം എന്നൊക്കെ ചോദിക്കുമ്പോൾ അനീഷ് പറയുന്നുണ്ട്, വൈൽഡ് കാർഡ്സ് വരുന്ന വരെ കുഴപ്പമില്ലായിരുന്നു, വൈൽഡ് കാർഡ് വന്നതിന് ശേഷമാണ് എന്നെ ഒരുപാടായിട്ട് ഇവർ ഇങ്ങനെയൊക്കെ ചെയ്യാൻ തുടങ്ങിയത്. അന്ന് മുതലാണ് എൻ്റെ സീറ്റ് പിടിക്കലും എന്നെ ഇറിറ്റേഷൻ ചെയ്യാനും ഉള്ള കാര്യങ്ങളൊക്കെ ആദിലയായാലും നൂറയായാലും ഒക്കെ ചെയ്തത് എന്ന് പറയുന്നുണ്ട്. നൂറിനോട് ചോദിക്കുന്നുണ്ട്, ആദില എപ്പോഴും ഇങ്ങനെ അഗ്രസീവ് തന്നെയാണോ എങ്ങനെയാണെന്ന് ചോദിക്കുമ്പോൾ അതേ ലാലേട്ട ഇങ്ങനെ തന്നെയാണ്. അപ്പം ആദില ചെയ്യുന്നതൊക്കെ ശരിയാണെന്ന് ചോദിക്കുമ്പോൾ എല്ലാം ശരിയല്ല, അതെനിക്കും ശരിയായി തോന്നുന്നില്ല പറയുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ആദിലെന്നെ സഹിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ എന്ത് ചെയ്യാനാണ് ലാലേട്ട, പെട്ടുപോയില്ലേ എന്നുള്ള രീതിയിൽ നൂറ ആൻസർ പറയുന്നുണ്ട്. അതിനുശേഷം ഷാനവാസിനോട് ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു ഫ്രണ്ടിൻ്റെയും ഒരു പെങ്ങളുടെയും ഇടയിൽപ്പെട്ട പോലെയുള്ളൂ ഷാനവാസ് ഇപ്പോൾ. അപ്പോൾ ഷാനവാസിൻ്റെ അഭിപ്രായം എന്താണ് പറയുമ്പോൾ ഷാനവാസ് പറയുന്നുണ്ട്, ഞാൻ പരമാവധി അവർ രണ്ടുപേരോടും പറയാറുണ്ട്, എനിക്ക് ബോറടിച്ചു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ലാലേട്ടൻ പറയും, ബോറടി അത് എല്ലാവർക്കും ഉണ്ട്, ഒരാളിൽ തന്നെ ഇങ്ങനെ ഇതായിട്ട് ചെയ്യുമ്പോൾ എല്ലാവർക്കും ബോറടിക്കുന്നുണ്ട് എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. അപ്പോൾ അനുമോളോട് ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ട് എന്ന് ചോദിക്കുമ്പോൾ അനുമോൾ പറയുന്നുണ്ട്, അതിനു മുമ്പ് ആദിലയോട് ചോദിച്ചപ്പോഴും ആദിലയും പറഞ്ഞതും അനുമോൾ പറഞ്ഞത് തന്നെയാണ്, ഇഷ്ടം ഒരുപാട് കൂടുതലുള്ള ആളുകളെയാണ് ഞാൻ ഇറിറ്റേഷൻ ചെയ്യുക, അല്ലെങ്കിൽ ഞാൻ അവരുടെ ഭാഗത്തേക്ക് പോവില്ല എന്ന്. പക്ഷെ അതൊരു സത്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല, ചുമ്മാ അപ്പോൾ രക്ഷപ്പെടാൻ വേണ്ടി പറഞ്ഞ പോലെയാണ് തോന്നിയത്. എന്താണെന്ന് വെച്ചാൽ ഈ ആദില തന്നെയാണ് ന്യൂറ ഉപദേശിക്കുന്ന സമയത്ത് ഇത്ര ദേഷ്യം കാണിക്കണ്ട എന്നൊക്കെ പറയുന്ന സമയത്ത് പറഞ്ഞത്, എൻ്റെ എതിരാളിയുടെ ഭാഗത്ത് കൂടെ കാണാൻ പോലും അനീഷ് ചേട്ടനെ എനിക്ക് പറ്റുന്നില്ല, അത്രത്തോളം എനിക്ക് ഇഷ്ടമല്ല അയാളിനെ എന്നൊക്കെ ന്യൂറയോട് ആദില പറയുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ആ ആദിലയാണ് ഇപ്പോൾ പറയണത് ഇങ്ങനെ ഇഷ്ടമുള്ളത് കൊണ്ടാണ് ഇറിറ്റേഷൻ ചെയ്യുന്നത് എന്ന്. അപ്പം ആര്യൻ ഇങ്ങനെ അപ്പുറത്തിരുന്നിട്ട് വായ്പത്തി ഇരുന്നിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് ചിരിക്കുന്നുണ്ട്. അപ്പം ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്, ആര്യന് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആര്യൻ പറയുന്നുണ്ട്, ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതെല്ലാം കോമഡിയാണ്, ഇഷ്ടം കൊണ്ടാണ് എന്നൊക്കെ പറയുന്നു. ഇതൊക്കെ ഞങ്ങൾ ചെയ്യണമെങ്കിൽ വേറെ രീതിയിലാക്കിയെടുക്കും, ഇനിയിപ്പോൾ ഞങ്ങളും ഇതുപോലെയൊക്കെ കോമഡി ചെയ്യാം, അപ്പോഴും ഈ തമാശ രീതിയിൽ തന്നെ എല്ലാവരും കണ്ടാൽ മതി എന്നുള്ളതൊക്കെ പറയുന്നുണ്ട് ആര്യൻ. അടുത്തതായിട്ട് ചോദിച്ചത് നമ്മുടെ അനീഷിൻ്റെ കോയിൻ മാറ്റി വെച്ചല്ലോ, ആ സംഭവത്തെക്കുറിച്ചാണ് ചോദിച്ചത്. അനീഷ് പറഞ്ഞു, ഷാനവാസിനെ ഒരു സുഹൃത്തിൻ്റെ ഇതിൽ കണ്ടിട്ട് ഷാനവാസ് അത് ചെയ്തത് എനിക്ക് ശരിയായി തോന്നിയില്ല, ഇവർക്ക് കോയിൻ എന്ന് പറഞ്ഞാൽ എത്രത്തോളം വാല്യൂ ഉണ്ടെന്ന് എനിക്കറിയില്ല, പക്ഷേ എനിക്ക് ആദ്യമായിട്ട് ഒരു ഡയറക്ടറിൻ്റെ കയ്യിൽ നിന്ന് ഒരു കോയിൻ കിട്ടുക എന്ന് പറഞ്ഞാൽ ഞാൻ അതിന് ഭയങ്കരമായി വാല്യൂ കണക്കാക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഷാനവാസ് പറയുന്നുണ്ട്, ഒരു ഫ്രണ്ടാണ്, ശരിയാണ്, ഒരു തമാശ ചെയ്യുമ്പോൾ ആ തമാശയെ ഒട്ടും അക്സെപ്റ്റ് ചെയ്യുന്നില്ല, ഫ്രണ്ട്ഷിപ്പിലെല്ലാം വേണ്ട ഈ
തമാശയും കാര്യവും എല്ലാം കൂടെ ചേർന്നതല്ലേ ഫ്രണ്ട്ഷിപ്പും എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്, അതാണോ ക്യാമറയുടെ മുന്നിൽ പോയി ഇരുന്നിട്ട് അനീഷ് പറഞ്ഞത് ഒരു സുഹൃത്തിനെ തിരഞ്ഞെടുക്കുമ്പോൾ ശരിയായി തിരഞ്ഞെടുക്കണം, എനിക്ക് തെറ്റ് പറ്റി എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞല്ലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്നിട്ട് ലാലേട്ടൻ പറയുന്നുണ്ട്, സുഹൃത്താവുമ്പോൾ സുഹൃത്തിൻ്റെ എല്ലാ വശങ്ങളും സ്വീകരിക്കണം, അല്ലാതെ നല്ല വശങ്ങൾ മാത്രം സ്വീകരിച്ചിട്ട് അത് മാത്രം കണ്ട് സുഹൃത്ത് ആ ഒരു ചീത്ത വശം കണ്ടാൽ സുഹൃത്തല്ല എന്നും പറയുന്നത് ഒരു സൗഹൃദമായി തോന്നുന്നില്ല. സുഹൃത്തിന് എല്ലാം തന്നെ ഉണ്ടാവും എന്നുള്ള രീതിയിലൊക്കെ ലാലേട്ടൻ പറയുന്നുണ്ട്. അടുത്തതായിട്ട് ചോദിച്ചത് എന്താണെന്ന് വെച്ചാൽ, ലാലേട്ടൻ ആര്യനെ വിളിച്ചിട്ട്, ആര്യനോട് അല്ല മൊത്തം ഹൗസ് മേറ്റ്സിനോടാണ് ചോദിച്ചത്, മാങ്ങയാണോ ആദ്യം ഉണ്ടായി മാങ്ങാണ്ടിയാണോ ഉണ്ടായി ചോദിച്ചാൽ, ഞാൻ കരുതി എന്താ ഇപ്പോൾ ഒരു ബന്ധമില്ലാത്തൊരു ക്വസ്റ്റ്യൻ ചോദിക്കണമെന്ന് ഫസ്റ്റ് ടൈം ചോദിച്ചു. അപ്പോഴാണ് ആര്യനെ വിളിച്ചപ്പോഴാണ് ഓർമ്മ വന്നത്, ഇത് ആര്യനെ അന്ന് വിളിച്ച കാര്യമാണല്ലോ പറയണത് എന്ന്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, അപ്പോൾ ആര്യം പറയുന്നുണ്ട് മാങ്ങാണ്ടിയാണ് ഉണ്ടായത് എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ലാലേട്ടൻ പറയുന്നുണ്ട്, അപ്പം ഒരു വീഡിയോ കാണാമെന്ന് പറഞ്ഞിട്ട് ആ മാങ്ങാണ്ടി മോറെന്ന് വിളിക്കുന്നു നൂറ ആദില എന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോ ഉണ്ടല്ലോ, അക്ബറുടെ അടുത്തും ജിസേലിൻ്റെ അടുത്തും പോയി പറയുന്നത്. അപ്പം അതൊക്കെ ഇട്ട് കാണിച്ചു. അപ്പോഴാണ് എല്ലാവരും കാണുന്നത് ആ വീഡിയോ, എല്ലാവരും ചിരിക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ അതിനെക്കുറിച്ച് കുറച്ച് നേരമൊക്കെ സംസാരിച്ചു. മാങ്ങാണ്ടി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയോ എന്നൊക്കെ എല്ലാവരോടും ചോദിച്ചു. അതിനെക്കുറിച്ചൊക്കെ സംസാരിച്ചു. എനിക്ക് കൂടുതൽ എന്താ പറയുക, കൂടുതൽ ആര്യനെ എല്ലാവരും ഒന്നുകൂടെ മാങ്ങാണ്ടി മോറൻ എന്ന് വിളിച്ച് എന്നുള്ള രീതിയിലാണ് തോന്നിയത്. അതിനുശേഷം പിന്നെ ഡയലോഗ് പറയലായിരുന്നു. ഒരു എപ്പിസോഡിൽ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അനുമോളും നിവീനും കൂടെ ജിസേലിനെ ഡയലോഗ്, കരുത്തമ്മൻ്റെ ഡയലോഗ് പഠിപ്പിക്കുന്നത്. അപ്പോൾ അതുപോലെ കുറച്ച് ഡയലോഗ്സ് കൊടുത്തിട്ട് പറയുന്നതാണ് കാണിക്കുന്നത്, ഇവരെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ആര്യന് വന്ന ഡയലോഗ് എന്താണെന്ന് വെച്ചാൽ, ഡയലോഗ് പറഞ്ഞിട്ട് ലാസ്റ്റ് ഒരു കൊട്ട നിറയെ മാങ്ങാണ്ടി കൊണ്ടുവന്നു കടലിൽ പോയിട്ട് എന്നുള്ള രീതിയിലുള്ള ഡയലോഗൊക്കെ ആയിരുന്നു. കൂടുതൽ അങ്ങനെ ആര്യനിട്ട് പഠിത്ത പോലെ എനിക്ക് തോന്നി. അപ്പം അങ്ങനത്തെ ഡയലോഗൊക്കെ ആയിരുന്നു. ഒരുപാട് പേര് ഡയലോഗുകളൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുത്ത്, അനുമോളാണ് പറഞ്ഞു കൊടുക്കുന്ന ആൾ, മറ്റുള്ളവർ റിപ്പീറ്റ് ചെയ്യുക, അങ്ങനെ കുറച്ച് ഡയലോഗ്സൊക്കെ. അത് കഴിഞ്ഞിട്ട് പിന്നെ ആര്യൻ്റെ സൂചി കളഞ്ഞു പോയോ, ഹാപ്പി കപ്പിൾസ് എന്നുള്ള ഇത് വന്ന പില്ലോ ഇതാക്കണതിൽ സൂചി കളഞ്ഞു പോയോ, ആരാ എടുത്തത്, നിവീനാണോ എടുത്തത് എന്നുള്ള കാര്യമൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം നിവീൻ പറഞ്ഞിട്ട് ഞാനല്ല എന്നൊക്കെ പറഞ്ഞിട്ട്, അപ്പോൾ ഓരോ ചെറിയ കാര്യം ഇവിടെ കണക്കാക്കപ്പെടുന്നതാണ്. എന്നിട്ട് പിന്നെ എവിക്ഷനാണെന്ന് പറയുന്നു. അതിനോടനുബന്ധിച്ചിട്ട് എവിക്ഷനാണ് പറയുന്നത്. എവിക്ഷനാണ് പറഞ്ഞിട്ട് എവിക്ഷനുള്ളവരെ എണീപ്പിച്ച് നിർത്തുന്നു. എന്നിട്ട് പിന്നെ ഫസ്റ്റ് തന്നെ ലാലേട്ടൻ്റെ കയ്യിലുള്ള ഇതെടുത്തിട്ട് നോക്കുമ്പോൾ ലക്ഷ്മി എന്ന് വിളിച്ചപ്പോൾ എല്ലാവരും പേടിച്ച്, ലക്ഷ്മി ഔട്ടായോ എന്ന് വിചാരിച്ച്. എന്നിട്ട് പിന്നെ ജിഷിനാണ് ഔട്ടായത്. സ്പൈക്കുട്ടൻ വന്നിട്ട് ജിഷിനെ വിളിച്ചിട്ട് പോകുന്നതൊക്കെയാണ് എവിക്ഷനിലെ കാണിച്ചത്. സ്പൈക്കുട്ടനാണ് ആ കാർഡ് കൊണ്ടുവന്നതും നിവിൻ എടുക്കുകയും ജിഷിൻ്റെ കയ്യിൽ കൊടുക്കുകയും അങ്ങനെയൊക്കെയായിരുന്നു എവിക്ഷൻ. അടുത്തത് കാണിച്ചത് BB അവാർഡ്സ്, ആർക്കൊക്കെ എന്തൊക്കെ അവാർഡ്സ് കിട്ടി എന്നുള്ള രീതിയിൽ. അപ്പോൾ അനുമോളോട് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്, അനുമോൾ തന്ന എല്ലാ ഇതിനും ആൻസർ ചെയ്തിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല ലാലേട്ട ചെയ്തില്ല. എന്തുകൊണ്ട് ചെയ്തില്ല? അത് പിന്നെ ലാലേട്ട ചൂലെടുത്ത് അടിക്കുന്നത് അത് ഇവിടെ ആരിനെ അങ്ങനെ എനിക്ക് തോന്നുന്നില്ല എന്ന് പറയുമ്പോൾ ലാലേട്ടൻ പറയുന്നുണ്ട്, എല്ലാം ഒരു ഗെയിമായിട്ട് എടുക്കണം, എല്ലാം പേഴ്സണലായിട്ട് എടുക്കണോണ്ടാണ് അങ്ങനെയൊന്നും തോന്നാത്തത്. ഞങ്ങൾ ഗെയിം മാത്രമേ തരുന്നത്, അല്ലാണ്ട് ഒറിജിനലായ കാര്യങ്ങളൊന്നും അല്ലല്ലോ തരുന്നത്. ഗെയിമിനെ ഗെയിമായി എടുക്കൂ, പേഴ്സണലായി എടുക്കരുത് എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം പിന്നെ അടുത്ത എവിക്ഷൻ ഗെയിം ഉണ്ടായിരുന്നു. എവിക്ഷനുള്ള ഗെയിം എന്താണെന്ന് വെച്ചാൽ ബോക്സ് ഉണ്ടാവും, ഓരോരുത്തരും ഓരോ ബോക്സിലേക്ക് ഇങ്ങനെ ചാടണം. അപ്പോൾ ചാടുന്ന സമയത്ത് ഇങ്ങനെ പൊട്ടിപ്പോകുന്ന ബോക്സിൽ സേവ്, പൊട്ടാത്ത ബോക്സിൽ നിൽക്കുന്നവരാണ് ഔട്ടാവുന്നത്. അങ്ങനെ അഭിലാഷാണ് ഔട്ടായത്. അപ്പോൾ ഔട്ടായി ഇങ്ങനെ പുറത്ത് വന്നിട്ട് അഭിലാഷ് പോകുമ്പോൾ തന്നെ അക്ബർ പറയുന്നുണ്ട്, ബിഗ് ബോസ് ഒരു സ്ട്രോങ് പ്ലെയറാണ് ഇപ്പോൾ എവിക്ഷനായിട്ട് പോകുന്നത് എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം പിന്നെ അഭിലാഷ് പുറത്ത് പോയതിന് ശേഷം ഓനിയലിനോട് അക്ബർ പറയുന്നുണ്ട്, ഓനിയൽ ഭയങ്കര ഫ്രണ്ട്സ് ആയിരുന്നല്ലോ, ഭയങ്കര കെട്ടിപ്പിടിച്ച് കരച്ചിലൊക്കെ ആയിരുന്നു. അപ്പോൾ അതിന് ശേഷം പിന്നെ ഓനിയലിനോട് അക്ബർ പറയുന്നുണ്ട്, ഇവിടെ ഗെയിം കളിക്കാത്തവരൊക്കെ ഇവിടെ നിർത്തിയിരിക്കുകയാണ്, സാബുമാൻ, ആദില, നൂറ, ലക്ഷ്മി ഇവരൊക്കെ എന്ത് ഗെയിം കളിച്ചിട്ടാണ് ഇവിടെ നിൽക്കുന്നത്, എന്നിട്ട് അവരെ പിടിച്ച് നിർത്തിയിട്ട് സ്ട്രോങ് പ്ലെയറിനെയാണ് ഇപ്പോൾ പുറത്ത് വിട്ടേക്കുന്നത്, ഇതെന്ത് ഗെയിമാണ് എന്നുള്ള രീതിയിലൊക്കെ ചോദിക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ ലാലേട്ടൻ വന്നു അഭിലാഷായിട്ട് സംസാരിച്ചു. എന്നിട്ട് ഹൗസ് മേറ്റ്സിനെ കാണുമ്പോൾ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് അക്ബറിനോട്, അക്ബർ എന്താ പറഞ്ഞത്, സ്ട്രോങ് പ്ലെയർ ആണെന്നോ? ഞാൻ പുള്ളിയോട് ചോദിച്ചപ്പോൾ പുള്ളി തന്നെ പറയുന്ന ഒരു സ്ട്രോങ് പ്ലെയർ ആണ്. പിന്നെ ഇതൊന്നും തീരുമാനിക്കുന്നത് ഞങ്ങളല്ല, പ്രേക്ഷകരാണ്. പ്രേക്ഷകരനെ എൻ്റർടൈൻമെൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ പ്രേക്ഷകർക്ക് എന്താണ് കാണുന്നത് അതിനനുസരിച്ചിട്ടാണ് വോട്ട് പോകുന്നത്. അപ്പം നിങ്ങൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഗെയിം കളിക്കേണ്ടത് എന്നുള്ള രീതിയിലൊക്കെ പറയുന്നതാണ് കാണിക്കുന്നത്.
അപ്പോൾ ലാലേട്ടൻ പോകുന്നതിന് മുമ്പ് പറയുന്നത് അടുത്ത വീക്ക് ട്വിസ്റ്റാണ്, ഫാമിലി വീക്കാണ് വരാൻ പോകുന്നത് എന്നുള്ള രീതിയിലേക്ക് പറയുന്നുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം ഫാമിലി വീക്ക് വളരെ നേരത്തെ ആയതുപോലെയാണ് തോന്നുന്നത്. ഒരുപാട് പേരുണ്ട്, എല്ലാവരുടെയും ഫാമിലി വരുമെന്ന് വിചാരിക്കുന്നു. ഇതിനിടയിൽ നമ്മുടെ ബിന്നിക്ക് ഒരു പവർ ഉണ്ടല്ലോ, ഇമ്മ്യൂണിറ്റി, അതായത് ഫാമിലീനെ 1 വീക്ക് കൊണ്ടുവന്ന് നിർത്താമെന്നൊക്കെ. അപ്പോൾ നമുക്ക് അതൊക്കെ കാണാം. അപ്പോൾ അതൊക്കെയായിരുന്നു ഇന്നലത്തെ ലാലേട്ടൻ ഉള്ളത് വരെ. അതിനുശേഷം പിന്നെ ലാലേട്ടൻ പോയതിനു ശേഷം ഉണ്ടായിരുന്നത് പൗഡർ റൂമിൽ ആദില, നൂറ, അനുമോൾ, ഓണിയലിനോട് അനുമോൾ പറയാണ് എക്സ്ട്രാ ബെഡ്ഷീറ്റ് മീൻസ് പുതപ്പുള്ളതൊക്കെ എടുത്തു കൊണ്ടുപോയി വെക്കാൻ പറയണം. ഒരുപാട് പേര് എക്സ്ട്രാ പുതപ്പൊക്കെ എടുത്ത് യൂസ് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഓണിയൽ പറയുന്നുണ്ട് ഞാൻ പറയാം, ആ ഒരു സർക്കുലർ വായിക്കുന്നത് പോലെ പോയി വായിച്ചിട്ട് എക്സ്ട്രാ ബ്ലാങ്കറ്റ് എടുത്ത് മാറ്റാൻ പറയാം എന്ന് പറയുന്നുണ്ട്. അത് പറഞ്ഞിട്ട് പിന്നെ അനുമോളിനെ കാണിക്കുന്നുണ്ട്. അനുമോൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇനി എനിക്ക് കാണണം അവർ 3 പുതപ്പ് വെച്ചിട്ട് പുതച്ച് കിടക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഓടുന്നുണ്ട്. എന്നിട്ട് എല്ലാവരോടും എന്നിട്ട് സർക്കുലർ വായിക്കുന്ന പോലെ ഓണിയൽ വായിക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാവരോടും ബ്ലാങ്കറ്റ് എന്ന് പറയുന്നുണ്ട്. അപ്പം ഷാനവാസ് ഇത് എൻ്റെ ബ്ലാങ്കറ്റാണ് തരില്ല പറയുമ്പോൾ ഷാനവാസിൻ്റെ ചെവിയിൽ പോയിട്ട് അനുമോൾ എന്തോ പറയുന്നുണ്ട്. അതിനുശേഷം പിന്നെ സംഭവം 3 ബ്ലാങ്കറ്റ് യൂസ് ചെയ്യുന്നത് ആരാന്ന് വെച്ചാൽ ജിസേലും ആര്യനും 3 ബ്ലാങ്കറ്റാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് മേടിക്കാനുള്ള പരിപാടിയാണ് അനുമോൾ ഒപ്പിക്കുന്നത്. എന്നിട്ട് പിന്നെ ജിസേലിൻ്റെ അടുത്ത് നിന്ന് ഇവിടെ എത്ര ബ്ലാങ്കറ്റ് ഉണ്ട്, 3 ബ്ലാങ്കറ്റ്, ഇവിടെ 2 ബ്ലാങ്കറ്റ് മതി പറഞ്ഞിട്ട് ഒരു ബ്ലാങ്കറ്റ് എടുത്തിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ജിസേൽ പിന്നാലെ വരുന്നുണ്ട്, ഞങ്ങളുടെ ബ്ലാങ്കറ്റാണ് ഇത്, ഞങ്ങളുടെ പഴയ ബ്ലാങ്കറ്റാണെന്ന് പറഞ്ഞിട്ട് പിടിച്ച് വലിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒച്ചയും ബഹളമൊക്കെ കേട്ടിട്ട് ആര്യൻ എണീച്ച് വരുന്നുണ്ട്. ബ്ലാങ്കറ്റ് എന്തിനും കൊണ്ടുപോകണം, ഞങ്ങൾക്ക് വേണം, ഞങ്ങൾക്ക് തണുപ്പാണ്, നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് കൊണ്ടുവന്ന ബ്ലാങ്കറ്റ് ഒന്നും അല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അനുമോളുടെ കയ്യിൽ നിന്ന് പിടിച്ച് പിടിച്ചിട്ടൊക്കെ പോകുന്നുണ്ട്. അതിന് ഒരുപാട് ഇതൊക്കെ പറയുന്നുണ്ട്. ഓണിയൽ പറയുന്നുണ്ട് എക്സ്ട്രാ ഉള്ളത് വെക്കാൻ പറഞ്ഞതാണ് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇല്ല, വെക്കില്ല, ഇത് ഞങ്ങൾക്ക് വേണം, ഞങ്ങൾക്ക് തണുത്തിട്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ആര്യൻ പോകുന്നുണ്ട്. എന്നിട്ട് പിന്നെ ഷാനവാസും ജിസേലിനോടും ആര്യനോടും സംസാരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ അങ്ങോട്ട് തുറന്ന് പറഞ്ഞുകൂടെ, ഇപ്പോൾ പ്രേമമാണെങ്കിലും എന്താണെങ്കിലും തുറന്ന് പറഞ്ഞുകൂടെ എന്ന് ചോദിക്കുമ്പോൾ ആര്യം പറയുന്നുണ്ട് അതെങ്ങനെ ഞങ്ങൾ പറയും, ഇപ്പോൾ ഞങ്ങൾക്ക് പറയാൻ താല്പര്യമില്ല, എന്താണെന്ന് വെച്ചാൽ ഇത്ര നാൾ ഉണ്ടായിരുന്നില്ല, പക്ഷേ 2 ആഴ്ചയായിട്ടാണ് കുറച്ച് ഇഷ്ടം പോലെ തോന്നുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം പിന്നെ ഷാനവാസും അനുമോളും ഇരുന്ന് സംസാരിക്കുന്നുണ്ട്. അന്ന് ഞാൻ പറഞ്ഞപ്പോൾ ആരും വിശ്വസിച്ചില്ല, അന്ന് എല്ലാവരും പറഞ്ഞ് ഫ്രണ്ടാണ് എന്ന് പറഞ്ഞ്. ഇപ്പോൾ എല്ലാവരും തിരിച്ച് പറയുന്നുണ്ട്, ഇപ്പോൾ എല്ലാവർക്കും എല്ലാം തോന്നി തുടങ്ങിയില്ലേ, ഇപ്പോൾ ഞാൻ പറഞ്ഞതൊക്കെ ശരിയാണെന്ന് എല്ലാവരും വിശ്വസിക്കുന്നില്ലേ, ഈ അക്ബറൊക്കെ അല്ലേ അന്ന് കൂട്ടി നിന്നത് എന്നുള്ള രീതിയിലൊക്കെ ഷാനവാസിനോട് നമ്മുടെ അനുമോൾ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഷാനവാസ് പറയുന്നുണ്ട് നിനക്ക് ഈ CID പണി നിർത്തിക്കൂടെ, നിനക്ക് ഇവിടെ കിടന്ന് ഇതൊന്നും കാണണ്ടെന്നുണ്ടെങ്കിൽ നിനക്ക് അങ്ങേ അറ്റത്ത് പോയി കിടന്നാൽ ഇതൊന്നും കാണേണ്ടി വരില്ലല്ലോ, നീ എന്തിനാണ് ഇവിടെ തന്നെ പിന്നെയും കിടക്കണത് എന്ന് പറയുമ്പോൾ അനുമോൾ പറയുന്നുണ്ട് അതെനിക്ക് അവിടെ കിടക്കണ്ട, അപ്പുറത്ത് പോയി കിടക്കുമ്പോൾ എനിക്ക് പറ്റണില്ല, ഭയങ്കര നെഗറ്റീവ് എനർജിയാണ് അവിടുന്ന് കിട്ടുന്നത് എന്നൊക്കെ ഷാനവാസിനോട് അനുമോൾ പറയുന്നുണ്ട്. അതിനുശേഷം പിന്നെ ഷാനവാസും അനീഷും സംസാരിക്കുന്നതാണ് കാണിക്കുന്നത്. ചിലപ്പോൾ ഷാനവാസിന് എൻ്റെ മൂത്ത ആളെ പോലെ എനിക്ക് തോന്നും, അനീഷ് പറയാണ്, ചിലപ്പോൾ എൻ്റെ ചെറിയ ആളെ പോലെ തോന്നും, എൻ്റെ വല്യപ്പൻ്റെ മക്കളെ പോലെയൊക്കെ തോന്നാറുണ്ട്, ഞാനൊരു സൗഹൃദം ഒരാളെ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ ആ ബന്ധം ഞാൻ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ ശ്രമിക്കാറുണ്ട് എന്നൊക്കെ അനീഷ് പറയുന്നതാണ് കാണിക്കുന്നത്. അത് വെച്ചിട്ടാണ് ഇന്നലത്തെ എപ്പിസോഡ് എൻഡ് ആയത്. അപ്പോൾ എന്തായാലും ഇന്ന് മുതൽ ഫാമിലി വീക്കാണ്. നിങ്ങൾ ആരുടെ ഫാമിലിയെ കാണാനാണ് ഭയങ്കര ഇതായിട്ട് ഇരിക്കുന്നതെന്നൊന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ പ്രമോ വന്നു, അനീഷിൻ്റെയും ഷാനവാസിൻ്റെയും ഫാമിലി വരുന്നുണ്ട്. സോ എല്ലാവരും അതിനു വേണ്ടിയുള്ള വെയിറ്റിംഗ് ആണ്. ഇപ്പോൾ ലൈവിൽ രാവിലെ തന്നെ നല്ലൊരു ഐഡിയ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഷാനവാസ്, ബിന്നി, ലക്ഷ്മി ഒക്കെ ആയിട്ട് കിച്ചൺ ക്ലീൻ ചെയ്യാണ്ടാണ് കിടന്നത്, പുഴുവൊക്കെ വന്നിട്ടുണ്ട്, കിച്ചൺ ഒട്ടും ക്ലീൻ അല്ല, എൻ്റെ കിച്ചൺ ക്യാപ്റ്റൻ ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ള ഒരു അടി കഴിഞ്ഞു. കാരണം വെസൽ ടീമാണ് ഞാൻ, എന്നിട്ടും കൂടെ ഈ കിച്ചൺ ഞാനാണ് ക്ലീൻ ചെയ്തത് എന്നൊക്കെ അനീഷ് പറഞ്ഞിട്ട്. അപ്പോൾ ജിസയിലൊക്കെ അനീഷിൻ്റെ കൂടെ നിന്ന് പറയുന്നുണ്ട് ബിന്നി ഒട്ടും ശ്രദ്ധിക്കുന്നില്ല, ഒരു ചോറ് പോലും ഫ്രിഡ്ജിലേക്ക് വെക്കുന്നില്ല, എല്ലാം നാശാക്കി കളയാണ്, ഇന്നലെ വന്ന ഫുഡും എല്ലാം നാശാക്കി കളഞ്ഞേക്കാണ് എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട്. അത് ബിന്നി അക്സെപ്റ്റ് ചെയ്യുന്നതേ ഇല്ല. നിങ്ങൾ എന്തിനു ക്ലീൻ ചെയ്യണം, ഞങ്ങൾ ക്ലീൻ ചെയ്യുമല്ലോ. അപ്പം അനീഷ് ചോദിക്കുന്നുണ്ട് നിങ്ങൾ ക്ലീൻ ചെയ്യാത്തതുകൊണ്ടല്ലേ ഞാൻ ക്ലീൻ ചെയ്തത്, എപ്പോൾ ക്ലീൻ ചെയ്യുമ്പോൾ പറഞ്ഞിട്ടാണ്, നേരം വിളിച്ച് ഇത്രയും നേരമായി ഞങ്ങൾ എണീച്ചിട്ട് ഞങ്ങൾക്ക് ഒരു ഗ്ലാസ് ചായ പോലും വെച്ച് തന്നില്ലല്ലോ, കിച്ചൺ ക്യാപ്റ്റൻ അല്ലേ, ഇനി എപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് തരാനാണ് എന്നൊക്കെ ചോദിച്ചിട്ട് നല്ലൊരു വഴക്ക് കഴിഞ്ഞു രാവിലെ തന്നെ. അതിനുശേഷം പിന്നെ ഇപ്പോൾ കുറേ സാധനങ്ങൾ വന്നിട്ടുണ്ട്, കിച്ചണിലേക്ക് സാധനങ്ങളാണ്, ഒരുപാട് സാധനങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ട് ഇതെന്താ ഒരുപാട് സാധനങ്ങൾ വന്നിരിക്കുന്നത്, ഇപ്രാവശ്യം ഫാമിലി വീക്ക് ആയതുകൊണ്ടായിരിക്കും ഒരുപാട് സാധനങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്നും അറിയാണ്ട് അവർ ഉള്ള സാധനങ്ങൾ എല്ലാവർക്കും പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതൊക്കെയാണ് ഇപ്പോൾ ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്.
സോ ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ റിവ്യൂ ഇഷ്ടമായാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.